ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മിക്സിയുടെ സർക്യൂട്ട് ബ്രേക്കറാണ്. മിക്സിയുടെ താഴെ ഭാഗത്ത് നമ്മൾ വരുന്ന ഈ ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പ് ആവുന്നൊരു സ്വിച്ചാണ്. നിങ്ങളെല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണക്ഷൻ ഇങ്ങോട്ട് കിട്ടാത്ത അവസ്ഥ വന്നു കഴിയുമ്പോഴാണ് ഇത് കംപ്ലൈൻ്റ് ആവുന്നത്, ഔട്ട്പുട്ട് കിട്ടാത്ത രീതിയിൽ വരുമ്പോൾ. അപ്പോൾ ഇത് എടുത്ത് കളയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത് റിപ്പയർ ചെയ്യാൻ നോക്കാറില്ല ആരും. ഇതിൻ്റെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് തിക്കിങ് ഇത് ഊരിങ്ങെടുക്കാം. എന്നാലും പിന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പലർക്കും അറിയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആരും ചെയ്യാറില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ എന്തായാലും മനുഷ്യനിർമ്മിതമാണല്ലോ, നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് ഊരുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈഡ് ബോഡി ഇതിലൂടെ ഈ സൈഡിൽ ഇങ്ങനെ ഇതേ രീതിയിൽ കീറിയെടുത്തിട്ട് ഈ സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കണം. ഒരെണ്ണം പോട്ടേന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എങ്ങനെയാണ് അത് അടക്കി വെച്ചേക്കണേന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നോർമലി തുറക്കുന്ന അവസ്ഥ ഇങ്ങനെ നോക്കാം. ഇത് ഇവിടെ ജസ്റ്റ് ചെറിയൊരു പഞ്ചിങ് ഉണ്ട്, ഒന്ന് പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പഞ്ചിങ് ഉണ്ട്. ആ പഞ്ചിങ്ങിൻ്റെ ഭാഗത്ത് പതുക്കെ ഇങ്ങനെ ഇപ്പോൾ കത്തി കയറ്റിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പശ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല, എന്തായാലും പോരുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിങ്ങനെ പോരും, ഇങ്ങനെ പോരും. ഇത്ര സാധനം പോകുന്നു. പിന്നെ ഇതിനകത്ത് ഇതേ രീതിയിൽ ഒരു തകിടും ഇതൊക്കെ ഉണ്ട്, അതൊന്ന് പോരും. ഇത്ര ഇതുണ്ട്. ചിലതിൻ്റെ ഈ പ്ലേറ്റോടെ പോരും. ഇത് ആ കോണ്ടാക്റ്റ് കിട്ടുന്ന ഒരു പോയിന്റാണിത്. ആ പ്ലേറ്റോടെ പോരും. ഇതിനകത്ത് 2 സ്പ്രിങ് ഉണ്ട്. ഇതൊരു ഹീറ്റിംഗ് എലമെൻ്റാണ്. ഇതിലെ കണക്ഷൻ വന്നിട്ട് ഈ പോയിന്റിലൂടെ കയറി തിരിച്ച് ഇതിലൂടെ വരുവാണ് ചെയ്യുന്നത്. ഈ മെക്കാനിസം ഇതുവഴി ഇങ്ങനെ ഇതിനകത്ത് കണക്ഷൻ വരുവാണ് ചെയ്യുന്നത്. അതാണ് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഈ 2 പോയിന്റാണ് ഇതിനകത്ത് മുട്ടുന്നത്. ഇങ്ങനെയാണ് മുട്ടുന്നത്. ഇവിടെ കാർബൺ പിടിച്ചു കഴിയുമ്പോൾ ആണ് നമുക്ക് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഓക്കെ ആകും. ഇത് കോണ്ടാക്റ്റ് തന്നെ കിട്ടിക്കോളും. പിന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ കയറ്റി വയ്ക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഒരു 3-4 സ്ലോട്ടുണ്ട്. ഒരു 3 സ്ലോട്ട്, 1, 2, 3 ആ സൈഡിലും. അപ്പം ഇങ്ങനെ കയറി ചെല്ലേണ്ടതാണ്. അതിൽ ഒരു പീസ് ഇത് കയറി ചെല്ലേണ്ടതാണ്. ഒരു പീസ് ഇതിൻ്റെ 2 കാലുകൾ കയറി ചെല്ലുന്നതാണ് ഒരു സ്ലോട്ട്. അങ്ങനെ 2 സ്ലോട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഈ ഇത് കോയിലിരിക്കും ഒരു സൈഡിലായിട്ട്. ഇതെങ്ങനെ അകത്തേക്ക് ഇടണമെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അതിനാണ് പറഞ്ഞത് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പീസുകൾ നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു സർക്യൂട്ട് ബ്രേക്കർ എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതേ രീതിയിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുറിച്ച് വെച്ചിട്ട് ഈ സൈഡ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാം, എങ്ങനെയൊക്കെയാണ് വെച്ചേക്കണേ എന്നുള്ളത്. വളരെ ക്ഷമയോടെ സൂക്ഷിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ഒരു ബോഡിയിൽ വരുന്ന 3 സ്ലോട്ട്. ഇതാണ് ഒന്നിത് 3 സ്ലോട്ടല്ല, 2 സ്ലോട്ടേ ഉള്ളൂ ശരിക്കും. ഈ പോയിന്റുകളുടെയും ഈ പോയിന്റുകളുടെയും അത് അങ്ങേ സൈഡിലുമുണ്ട്, ഈ സൈഡിലുമുണ്ട്. അതിനകത്തോടെയാണ് നമ്മൾ ഈ പീസുകൾ കയറ്റി വിടുന്നത്. പിന്നെ ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നത്. കോണ്ടാക്റ്റ് കിട്ടാനുള്ള ഓഫ് പൊസിഷനിലാണ് കിട്ടുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ തകിട് ഇതിനകത്തേക്ക് മുട്ടി നിൽക്കുന്ന സമയത്ത് ഓണായി. ഇത്രയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതേ രീതിയിൽ തകിടുകൾ അകത്ത് നമുക്ക് ആ സൈഡിലൂടെ കയറ്റി വിട്ടാലാണ് നമുക്ക് ഈ സാധനം ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് ഓഫ് ആവണമെങ്കിൽ ഇങ്ങനെയാണ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ കൈ പിടിച്ചിട്ട് കാണിച്ചു തരാം. ഈ തെർമോസ് ഇത് ചൂടായി കഴിയുമ്പോൾ ലോഡ് വീഴുമ്പോൾ ഈ തകിട് ചൂടാകുമ്പോൾ ഇത് പതുക്കെ ഇങ്ങോട്ട് നീങ്ങും. ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് ഈ ലോക്കിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ പതുക്കെ ഞാൻ ഈ ബ്ലേഡ് ഉപയോഗിച്ചൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് പിടിക്കുക, തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു തകിട് നമ്മൾ മാനുവലായിട്ടൊന്ന് ഇങ്ങോട്ട് വളയ്ക്കുകയാണ്. ഉണ്ടോ? വളച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിൽ വരും. ഇപ്പോൾ ഓപ്പോസിഷനായി. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഈ തകിടിൻ്റെ തുമ്പ് അപ്പറേറ്റ് ചാടിപ്പോയി. അപ്പോൾ ഇവൻ ഇവിടെ ഓഫായി. ഇതാണ് ഓൺ ഓഫ് പൊസിഷൻ വന്ന് പോയിന്റ് കോണ്ടാക്റ്റ് ഇവിടെയാണ് വരുന്നത്, ഈ ഗ്യാപ്പ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ഇത് നമുക്ക് എങ്ങനെ കയറ്റി വിടാം, ഇതിനകത്തേക്ക് അസംബിൾ ചെയ്ത് കയറ്റി വരണമെങ്കിൽ അത് നമുക്ക് നോക്കാം. ഈ ഔട്ടർ കവറ് ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ പോയിന്റ് ഇങ്ങനെ വരുത്തിക്കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങേ സൈഡില്ല ഈ സ്ലോട്ട് ഫസ്റ്റ് സ്ലോട്ടായിട്ടും ഇത് സെക്കൻഡ് സ്ലോട്ടായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഈ പ്ലേറ്റ് കയറേണ്ടത് ഈ ഫസ്റ്റ് സ്ലോട്ടിൽ കൂടെ ആയിരിക്കണം. ഇതേ രീതിയിൽ കയറി പോകണം. ഫസ്റ്റ് സ്ലോട്ടിൽ കൂടെ അത് കയറി പോകണം. സെക്കൻഡ് സ്ലോട്ടിൽ കൂടെ ഇതിൻ്റെ ഈ പോയിന്റുകൾ ഈ സൈഡ് ഈ രണ്ട് സൈഡും സെക്കൻഡ് സ്ലോട്ടിൽ കൂടെ ആയിരിക്കണം ഈ പോയിന്റുകൾ കയറി ചെല്ലേണ്ടത്. പിന്നെ അതിന് മുമ്പായിട്ട് ഈ ഒരു പ്ലേറ്റോടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരണം. ഇത് ഒന്നിച്ചാണ് നമുക്ക് അകത്ത് കയറേണ്ടത്. അപ്പോൾ അത് കയറ്റി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിഞ്ഞു പോകും. അന്നേരമാണ് നമുക്ക് ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പീസിൻ്റെ ഇവിടെ ഈ സൈഡിലാണ് ഈ ലോക്ക് കയറി വന്നത്. ഇതാണ് അതിൻ്റെ സൈഡ് ഭാഗം. ഈ സൈഡിൽ ഈ പ്ലേറ്റ് ഇങ്ങനെ വെക്കാനുള്ള. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സായിട്ടിരിക്കുക, അതായത് തെന്നി മാറിപ്പോകാതിരിക്കുക. നമ്മളൊരു സ്വല്പം ഗ്രീസ് ഈ സൈഡിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിൽ നോക്കി തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഈ തകിട് ആ ഗ്രീസിലേക്ക് പതുക്കെ പതിപ്പിച്ച് വയ്ക്കുക. ഇത് പിന്നെ മറിഞ്ഞു പോകുന്നില്ല, അതിലിരുന്നോളൂ. ഇനി ചെയ്യേണ്ടത് ഈ പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ഇവിടെ ഇങ്ങനെയാണ് വരേണ്ടത്. ഇതേ രീതിയിലാണ് ഈ തകിട് വരേണ്ടത്. ഇവിടെ നോക്കിയോ, ഇത് ഈ പോയിന്റ് പൊങ്ങി നിൽക്കണം, ഈ പോയിന്റ് താണു നിൽക്കും. ഇതിനകത്ത് നിന്ന് കയറാൻ പോകുന്ന സ്പ്രിങ്ങുകൾക്ക് ഒരെണ്ണത്തിന് പൊക്കം കൂടുതൽ, ഒരെണ്ണം പൊക്കം കുറവായിരിക്കും. അപ്പോൾ പൊക്കം കൂടിയത് ഇങ്ങോട്ട് വരും, പൊക്കം കുറഞ്ഞത് ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ കയറി ഇറങ്ങിയായിരിക്കും നിൽക്കണേ, അല്ലാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒപ്പത്തിനല്ല വയ്ക്കണ്ടേ. ഇതേ രീതിയിൽ വയ്ക്കുക. ഇതേ രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ് ഫസ്റ്റ് സ്ലോട്ടിൽ അപ്പോൾ ഇതേ പ്രസ് ചെയ്ത് കയറ്റി വിടുമ്പോൾ കറക്റ്റായിട്ട് രണ്ടാമത്തെ സ്ലോട്ടിൽ കൂടെ റെഡ് ലിവർ ഇതിവിടെ വന്നു. അപ്പോൾ അത് അതിനേക്കാൾ പൊങ്ങിയാണ് ഇരിക്കുന്നത്. മറ്റേ തകിട് കോണ്ടാക്ട് തകിട് അവിടെ ഇരിക്കുന്നുണ്ട്, പതുക്കെ പ്രസ് ചെയ്ത് അതിൽ നിൽക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോണ്ടാക്ട് തകിട് ചിലത് നമ്മൾ അഴിക്കുമ്പോൾ മാറിപ്പോരും, വിട്ടുപോരും. ചിലത് അവിടെ തന്നെ പ്രസ്സായിട്ടിരിക്കും. ഇവിടെ ഒരു ചെറിയ പ്രസ്സിങ് ഉള്ളൂ. ഇതേ രീതിയിൽ ഇവിടെ ഇരിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഈ പീസ് സ്പ്രിങ് ഇങ്ങനെ വേണ്ടു. ഇനി ഇതകത്തേക്ക് കയറ്റി വിടണം. കയറ്റി വിടുമ്പോൾ ആ അകത്തെ തകിട് ഇങ്ങോട്ട് പതിഞ്ഞന്നെ നിൽക്കണം. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ കോണ്ടാക്ട് കയറി ചെല്ലേണ്ടത്. പതുക്കെ
ഇതേ രീതിയിൽ ആ സ്പ്രിങ് ചെന്ന് മുട്ടുന്ന പോയിന്റുകൾ നോക്കണം. ഹെഡും ആ തകിടിലേക്കും കറക്റ്റായിട്ട് കയറണം നോക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ കയറ്റി വിടുക. ഇപ്പോൾ റീസെറ്റ് കറക്റ്റായിട്ടുണ്ടാവും. ആ ലോക്കുകളെല്ലാം കറക്റ്റായിട്ട് കിടപ്പുണ്ടാവും. നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നിലവിൽ ഇത് കണ്ടിന്യൂറ്റി ഇല്ല. നമ്മളിത് ഓഫ് പൊസിഷനിലാണ് കയറി ചെന്നേക്കണേ. ഇനി നമ്മളത് ഓൺ ചെയ്യണം. ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഓണായി. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ സംഗതി ഓണായിട്ടുണ്ട്. ഈ സ്വിച്ച് ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനം ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നിലവിൽ ഇത് ലോഡ് മാത്രമേ ഓഫാവുള്ളൂ. ട്രിപ്പാവുന്ന അവസ്ഥയിലാണ് ആ ലോക്കിൽ നിന്ന് മാറിയിട്ട് ഈ ഇതിന് ഇതേ രീതിയിൽ റിട്ടേൺ വരുള്ളൂ. ഇപ്പോൾ ഫ്രീ ആണ്. മറ്റേ പ്രസിമ്പിച്ച് ലോഡ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇതേ രീതിയിൽ സംഗതി ഓണായി. ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടിച്ച സ്ഥിതിക്ക് ഈ സൈഡിലൂടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒന്ന് സൂപ്പർ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് തള്ളിങ്ങ് പോരും. അപ്പോൾ സൂപ്പർ ഗ്ലൂ നേരിട്ട് കുപ്പിയിൽ നിന്ന് നേരിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്തേക്കൊക്കെ ഇറങ്ങി ചെല്ലും. അതേ രീതി ചെയ്യരുത്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഒരു ഈർക്കിളി ഉണ്ടെന്തെങ്കിലും ചെറുതായിട്ട് ഈ സൈഡിലും ഇതിലൊക്കെ തേച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അകത്തേക്കൊന്നും ഇറങ്ങി ചെല്ലില്ല. സ്വിച്ച് ക്ലീനായിട്ട് വരും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്ഷമയോടെ ഈ സ്വിച്ച് അഴിച്ചു നോക്കി ഈ സൈഡ് ഓപ്പൺ ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതെങ്ങനെയാണെന്നുള്ളത്. അതിന് ശേഷമാണ് ഇത് നോക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ആ കോണ്ടാക്റ്റിൽ കാർബൺ പിടിക്കുന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരാൻ കാരണം. വേറെ യാതൊരു പ്രശ്നം വരില്ല അതിനകത്ത്. വേറെ ഒന്നും തേഞ്ഞ് ഒടിഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതിനകത്ത്. ആ കാർബൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓക്കെ. അപ്പോൾ ഒന്നോട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ സ്വിച്ചുകളെല്ലാം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. കാര്യം ഇതിൻ്റെ അടുത്ത് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ തന്നെ ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.